ഇന്ന് പുറത്ത് പോവുകയാണ്. ട്യൂസ്ഡേ ഞാൻ തിരിച്ച് ഡൽഹിക്ക് പോവുകയാണ്. അപ്പോൾ അതിന് മുന്നായിട്ട് കുറച്ച് ഷോപ്പിംഗ് എല്ലാവർക്കും ഉണ്ടല്ലോ, ഈ കോളേജിൽ പോകുന്നതിന് മുന്നേ നമ്മൾ ഷോപ്പ് ചെയ്യില്ലേ. എല്ലാം ഒന്നും വാങ്ങൂല, കുറച്ചായിട്ടേ വാങ്ങാൻ പറ്റും. അപ്പോൾ ഞാൻ വീഡിയോ എല്ലാം ഒരുമിച്ച് പോസ്റ്റ് ചെയ്യാം കേട്ടോ. ഷോപ്പിൽ ബസ്സും കാത്ത് നിൽക്കുകയാണ് ഗായ്സ്. അമ്മയുണ്ട്. ഷോപ്പിംഗ്. സോ ഗായ്സ്, നമ്മളപ്പം ഇപ്പോൾ സ്റ്റുഡിയോയിലേക്ക് പോവുകയാണ്. ചുവർ ജംഗ്ഷൻ എത്തിയപ്പോൾ അവിടെ നിന്ന് നടക്കുകയാണ് അങ്ങോട്ടേക്ക്. കുറെ നേരമായില്ല, ഇന്നലെ കഴിയും. അമ്മ ഇത് വാങ്ങട്ടെ. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. വീട്ടിൽ കയറ്റത്തില്ല. ഈ വീട്ടിലിടാനല്ല, കോളേജിലിടാനല്ല. വീട്ടിലിടെല്ലാം സമയം അമ്മ ഇതൊന്നും ഇവിടെ പറ്റത്തില്ല. ദിസ് ഈസ് വെരി ബാഡ്. എന്നെ പുതിയ ഗേൾ ഫ്രണ്ട് അങ്ങനെ ഉണ്ട് ചേച്ചി. നിന്റെ വാട്ടച്ചളി ഞാനത് ചേർക്കാം. കൗതുക ലേശം കൂടുതലാണ്. ഇവൾ ഭയങ്കര കംഫർട്ട്. ട്രെയിനിലിടാം. ഊരി വന്നു. ഇങ്ങനെ ഒരു കുരിപ്പിനെ ഞാൻ കണ്ടില്ലല്ലോ. ഇതിനെ നീ ഇപ്പം ഉണ്ടാക്കിയതാണോ? ഷോപ്പിംഗ് കഴിഞ്ഞ് നമുക്ക് നേരെ ടൗണിലേക്ക് പോകാം. സോ വി ആർ ഗോയിങ്. എൻ്റെ മുന്നിലൂടെ ഒരു മിന്നായം പോലെ അതങ്ങ് പോയി. ടൗണില് SMMലേക്ക് പോവാണ്. നീ എവിടെ നിന്നാണ് വന്ന മരഭൂതം? ചെന്നിട്ട് എനിക്ക് ജിമ്മിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. കോളേജിലേക്കുള്ള ഡ്രസ്സ് ഞാൻ ആലപ്പുഴയിൽ നിന്ന് എടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. നമുക്ക് നമ്മുടെ സരോജിനി ഉണ്ട് ഗൈസ്. ബിക്കോസ് എനിക്ക് ഇവിടുത്തെ ഡ്രസ്സൊന്നും ഇഷ്ടമല്ല. അപ്പോൾ അവിടെ നമുക്ക് ചീപ്പും കിട്ടും, നല്ല ഡ്രസ്സും കിട്ടും. സോ ചീപ്പ് നിലവാരമില്ല. അപ്പം നമ്മൾ ഓട്ടോയിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അമ്മയുണ്ട്, കാശ്മീരിൻ്റെ ഓൾറെഡി ഞാൻ കാണിച്ചതാണ്. ഓക്കെ, പിന്നെ ഇപ്പം പറഞ്ഞു ഈ ബബിൾക്കം വായിലിട്ട് ചവച്ച് ഷോ കാണിക്കാൻ. അപ്പം എല്ലാവരും വിളിച്ചിട്ട് ഷോ കാണിക്കാം നമുക്ക്. ഓക്കെ, തിന്നാൻ വരുന്നു. എൻ്റെ കയ്യിലാണ്. ജിം കോച്ച് ഞാനാണുള്ളത്. ഇവളിനി എൻ്റെ വീഡിയോ കോൾ ചെയ്തിട്ടായിരിക്കും വർക്കൗട്ടൊക്കെ ചെയ്യാൻ പോകുന്നത്. അവിടെ അല്ലെങ്കിൽ വല്ല കോച്ച് കാണാൻ പിടിച്ച് അവിടെ കണക്കത്തെ ഉള്ളൂ ചേച്ചി. പിന്നെ നീ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഞാൻ തപ്പും. എന്നാൽ ഞാൻ പറഞ്ഞ ഉടുപ്പ് നീ എടുക്കണ്ട. ആറ്റിറ്റ്യൂഡാണോ? അപ്പം അങ്ങനെ വീഡിയോ എടുക്കും. ആരിവൻ കല്ലും പൊക്കി പോകുന്നു. അവിടെ ഞാൻ സാധനമൊക്കെ വാങ്ങിച്ചിട്ട് ഇതാണ് ആലപ്പുഴ പട്ടണം. അങ്ങനെ ഇവനെ എപ്പോൾ കാണിച്ചാലും ഇവന് ഷോയേ ഉള്ളൂ. പിന്നെ നമുക്കൊരു പാത്രം വാങ്ങണമായിരുന്നു. ചോറ് കൊണ്ടുപോകുന്ന പാത്രമില്ല, അതും കൂടി വാങ്ങിച്ചിട്ട് ഇന്നത്തെ ഷോപ്പിംഗ് ഇവിടെ വെച്ചിട്ട് കഴിഞ്ഞു. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഡേ ഓഫ് ഷോപ്പിംഗ് ആണ്. നമ്മൾ കുറേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തു. ഇന്ന് നമുക്ക് കുറച്ച് ഗ്രോസറീസും പിന്നെ ഷാമ്പൂ അങ്ങനത്തെ ഐറ്റംസിനൊക്കെ വേണ്ടി നമ്മൾ മോളിൽ വന്നിരിക്കുകയാണ്. സോ നമുക്കതിലേക്ക് പോകാം. അവിടെ ഏതോ ഒരു പ്രോട്ടീൻ ഷോപ്പ് കണ്ടു, അങ്ങോട്ടേക്ക് പോവുകയാണ്. നാണമില്ലാത്ത വാങ്ങി തരൂലെന്നറിയാം, എന്നാലും പോകും. അമ്മ വരുന്നു, നോക്കൂ, ഞങ്ങളെ തേടിയുള്ള വരവാണ്. എന്തൊരു ആറ്റിറ്റ്യൂഡിലാണ് വരുന്നത്. ദൈവമേ, അമ്മയ്ക്ക് എസ്കലേറ്റർ കയറാൻ പേടിയാണ്. ഓ കയറി പഠിച്ചെന്ന് തോന്നുന്നു. 3-4 വട്ടം വന്നപ്പോൾ പഠിച്ചിട്ടുണ്ട്. ഇവനും വ്ളോഗ് എടുക്കുന്നുണ്ട്, അത് കാരണം ഭയങ്കര ശല്യം അതിൻ്റെ ഇടയ്ക്ക്. ഗൈസ്, ഫസ്റ്റ് ഇവിടുന്ന് നമുക്ക് തുടങ്ങാം. ലാസ്റ്റ് പുറത്തുനിന്നുള്ള ഫുഡാണ്. അമ്മ മസാല ദോശ വാങ്ങിച്ചു വന്ന് കാണാൻ. ഇപ്പം നമ്മൾ വെജും കൂടാണ്. ഓൾസോ കാശി ഇവിടെ വ്ളോഗ് എടുക്കുന്നുണ്ട്, ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, എന്നെ കണ്ട് കോപ്പി അടിക്കുന്നുണ്ട് ചിലവർ, ഞാൻ അതും മൈൻഡ് ചെയ്യുന്നില്ല. സോ ഗൈസ്, നമ്മൾ അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നിരിക്കുകയാണ്. എനിക്ക് അവിടെ വെച്ചിട്ട് ഒന്നും കാണിക്കാൻ പറ്റിയില്ല, ബിക്കോസ് അത്ര ആളായിരുന്നു അവിടെ. അതുകൊണ്ട് ഞാൻ ഓർത്ത് വീട്ടിൽ വന്നിട്ട് സമാധാനമായിട്ട് കാണിക്കാമെന്ന്. അപ്പം ആവശ്യം വേണ്ട സാധനങ്ങൾ കുറച്ച് മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ, എല്ലാം ഒന്നും വാങ്ങിച്ചിട്ടില്ല. ഇപ്പം നമ്മൾ അറിയാമല്ലോ, നമ്മൾ ഫ്ലാറ്റിലേക്ക് മാറി. സോ അവിടത്തേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് തീരുമാനിച്ചിട്ടേ അത് ഞങ്ങൾ ഡിസൈഡ് ചെയ്യുന്നുള്ളൂ. എനിക്ക് പോലും
എനിക്ക് പോലും അറിയത്തില്ല എന്തൊക്കെ വേണം വേണ്ട എന്നുള്ളത്. അതുകൊണ്ട് അതൊക്കെ അപ്പം നമുക്ക് തിന്നാം. ഇപ്പം നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. സോ ഫസ്റ്റ് ഞാൻ വാങ്ങിച്ചത് ഷെഫി. ഇതെനിക്ക് ഭയങ്കര കംഫർട്ടായിട്ടുള്ള പാടാണ്. അത് ഓൾസോ നിങ്ങളിപ്പോൾ ചിന്തിക്കും ഇതൊക്കെ എന്തിനാ അവിടെ കിട്ടുന്ന സാധനമല്ല ഇവിടുന്ന് വാങ്ങിച്ചത്. അതിനൊരു കഥയുണ്ട്. ഞാൻ എല്ലാ തവണ 6 മാസത്തെ അവധിക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ഇങ്ങനത്തെ സാധനം വാങ്ങിച്ചിട്ട് പോകത്തുള്ളൂ. ഇത് നിർബന്ധമാണ് എനിക്കിത്. അപ്പം വെച്ചാൽ അവിടെ ചെന്ന് കഴിയുമ്പോൾ അമ്മ പൈസ അയച്ചപ്പോൾ നമ്മളത് വാങ്ങുമ്പം എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോകുന്നതിൻ്റെ ഒരു സങ്കടം എനിക്ക് ഉണ്ടാവാറുണ്ട് കേട്ടോ. ഇപ്പം ഇവിടെ നിന്നാകുമ്പോൾ അമ്മ കൊടുക്കുന്നു, അവിടെയും അമ്മ തന്നെ തരുന്നത്, പക്ഷെ അത് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പോകുന്നു. ഇത് അമ്മ തന്നെ കൊടുക്കുമ്പോൾ അതൊരു എന്താ പറയുക യുനോ ബ്രോക്കൺ വീറ്റ്, മറ്റേ നുറുക്ക് ഗോതമ്പെന്ന് കേട്ടിട്ടില്ലേ? എനിക്കിത് ഇഷ്ടമാണ്. ഇത് വേവിച്ച് കഴിക്കാൻ എനിക്ക് ഇഷ്ടമാണ്. ഇപ്പം നമ്മൾ ഫ്ലാറ്റിലേക്ക് കൂടി മാറിയതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്ത് കഴിക്കണ്ടേ, അപ്പം ഇടയ്ക്ക് ഇതൊക്കെ കഴിക്കാം. ഇത് ഞാൻ വാങ്ങി. വേറെ ഡേറ്റ്സ്. എന്നെ കാണാൻ ഗുണ്ടു പോലെ ഇരിക്കുന്നതിനുള്ള ബ്ലഡ് വളരെ കുറവാണ്. സോ ഡേറ്റ്സ് വാങ്ങി. എനിക്കിത് കുളിക്കണ്ടേ, ഞാൻ കുളിക്കുന്നു എന്നുള്ളത് നിങ്ങളെ കാണിച്ചിരിക്കുകയാണ്. ആൻഡ് കണ്ടീഷണർ ഇത് രണ്ടെണ്ണം വാങ്ങിച്ചു. പിന്നെ ഇതിപ്പോൾ കഴിക്കാൻ വേണ്ടി വാങ്ങിച്ചാണ്. ഇവിടെ ആരും ഇത് കഴിക്കില്ല, അതുകൊണ്ട് ഞാൻ എനിക്കൊരെണ്ണം വാങ്ങിച്ചാണ്. ടോപ്പ് റാം എന്ന് പറഞ്ഞാൽ വാങ്ങിച്ചു. പിന്നെന്താ വാങ്ങിയേ? മൂവ് വാങ്ങിച്ചു. എനിക്ക് എപ്പോഴും ശരീരം ഈ വർക്ക് ചെയ്ത് വരുമ്പോൾ അവിടെ ഇവിടെയൊക്കെ വേദന എടുക്കാറുണ്ട്. സോ അത്യാവശ്യ ഘട്ടങ്ങൾ മാത്രം വരുമ്പോൾ ഞാൻ മൂവ് യൂസ് ചെയ്യാറുണ്ട്. മൂവ് വാങ്ങിച്ചു. ബോട്ടിൽ 300 റുപ്പീസാണ്, ബട്ട് ഇത് നമുക്ക് 149 കിട്ടി 3 ബോട്ടിൽ. ഒരെണ്ണം എനിക്ക് എന്തായാലും തന്നിട്ടുണ്ട്. ഞാൻ ഇങ്ങനത്തെ ബോട്ടിലല്ല സത്യത്തിൽ ഉദ്ദേശിച്ചത്. ഞാൻ ഉദ്ദേശിച്ചത് മറ്റേ പിങ്ക് മറ്റേ വാട്ടറിൻ്റെ ലിറ്ററൊക്കെ മാർക്ക് ചെയ്യുന്ന ബോട്ടിൽ. അത് കണ്ട് എനിക്ക് മോട്ടിവേഷൻ കയറി ഞാൻ വെള്ളം കുടിക്കട്ടെ എന്ന് ഓർത്തത്. ഞാൻ ആമസോണിൽ കണ്ടു വെച്ചിട്ടുണ്ട്. നമുക്കത് അവിടെ ചെന്നിട്ട് നമുക്ക് പയ്യെ വാങ്ങാം, പൈസ ആവുന്നതനുസരിച്ച് വാങ്ങാം. ഇപ്പം അത്യാവശ്യത്തിന് അതുവരെ വെള്ളം കുടിക്കാൻ വേണ്ടി നമുക്ക് ഈ ബോട്ടിൽ യൂസ് ചെയ്യാം. ഫൈനലി കോഫി പൗഡർ. കോഫി നമ്മൾ രാത്രിയിൽ ഓവർനൈറ്റൊക്കെ വർക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി കോഫി കുടിക്കേണ്ടത് ഇഷ്ടമാണ്. സോ കോഫി. വേറൊന്നുകൂടി വാങ്ങിയത് മറന്നുപോയി, ഒരു പാൻറ് വാങ്ങിച്ചു. ഇത്രയും സാധനമാണ് ഞാൻ വാങ്ങിയത്. അപ്പം എനിക്കറിയാം ഗൈസ് ഓട്സ് കൂടി വാങ്ങിച്ചു. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഓട്സ് മറ്റേ ഓവർനൈറ്റ് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ കണ്ടപ്പോൾ അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കഴിക്കാം. കൊണ്ടുവരുന്നുണ്ട്. എനിക്കൊന്നും വേണ്ട ഇവിടെ ചീന ഓട്സ്. അവൻ അപ്പുറം ഇരുന്ന് വീഡിയോ എടുക്കുവാണ്. എന്റെ സാധനങ്ങൾ കാണിച്ചിട്ടാണ് അവൻ. നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. സൗണ്ട് കേൾക്കുന്നില്ലേ? സൗണ്ട് കേട്ടില്ലേ ഗൈസ്? അപ്പം ഒരുപാട് സാധനങ്ങൾ ഇനിയും നമുക്ക് വാങ്ങാനുണ്ട്, പക്ഷെ നമ്മളിപ്പോൾ വാങ്ങുന്നില്ല. എല്ലാം കൂടി ഞാൻ തന്നെ തങ്ങിക്കൊണ്ട് പോകണം. ബാക്കി നമുക്ക് അവിടെ ചെന്നിട്ട് വാങ്ങാം. ഈ ഫേസ്. സോ ഗൈസ്, അപ്പം ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇന്ന് വാങ്ങിച്ചത്. പിന്നെ അന്ന് വാങ്ങിച്ച ഡ്രസ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടതില്ല. അപ്പം നമ്മൾ ഇത്രയും സാധനങ്ങളൊക്കെ വെച്ച് ഇതെല്ലാം ഞാൻ തന്നെ കൊണ്ടുപോകേണ്ടതുകൊണ്ട് അധികം സാധനങ്ങളൊന്നും വാങ്ങിച്ചില്ല. പിന്നെ അത്യാവശ്യത്തിന് വേണ്ട സാധനങ്ങൾ നമുക്ക് പിന്നെ ഇട്ടായാലും വാങ്ങാമല്ലോ. അപ്പം ഇത്രയും സാധനങ്ങൾ പകുതിയെങ്കിലും അമ്മ വാങ്ങി, അമ്മയുടെ അക്കൗണ്ടിൽ നിന്ന് പോയി, അങ്ങനെ ഞാൻ വാങ്ങിച്ചു കൂട്ടി. നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കി നോക്കാം. സോ അപ്പം ഇതാണിപ്പോൾ നമ്മുടെ കോളേജിലേക്ക് പോകുന്നതിന് മുമ്പുള്ള ഷോപ്പിംഗ് വീഡിയോ. ആൻഡ് ഇപ്പോൾ ആദ്യമായിട്ട് പോകുന്നവരാണെങ്കിൽ ഇതിനും ഇരട്ടി സാധനങ്ങൾ വാങ്ങേണ്ടി വരും. കാരണം നമ്മൾ പുതിയൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അത്യാവശ്യം സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വേണം പോകാൻ. കാരണം നമുക്ക് ഒന്നും അറിയില്ലല്ലോ. ഇപ്പോൾ എനിക്കൊരു വർഷത്തോളം നിന്നിട്ട് കുറച്ച് പരിചയമുണ്ട്, എന്നാലും അത്ര പരിചയമൊന്നുമില്ല. അപ്പം നമുക്ക് വാങ്ങാം. അപ്പം ഇന്നത്തെ വീഡിയോ ഞാനിവിടെ നിർത്തുവാണ് ഗൈസ്. അപ്പം ഇനി അടുത്ത വീഡിയോ ഏതാ പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഓൾറെഡി ഞാൻ ഒന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കേരളത്തിൽ നിന്ന് നിസാമുദ്ദീൻ വരെ രാജധാനി പോകുന്നത്. അതേ സെയിം ട്രെയിൻ തന്നെയാണ് എനിക്ക് ഇത്തവണയും കിട്ടിയിരിക്കുന്നത്. ഞാൻ രാജധാനി എക്സ്പ്രസ്സിലാണ് പോകുന്നത് 6-ാം തീയതി. അപ്പം നമ്മൾ നേരെ എറണാകുളത്ത് നിന്ന് നിസാമുദ്ദീൻ വരെയാണ്. ഞാൻ ആലപ്പുഴയാണെങ്കിലും എറണാകുളത്ത് നിന്നാണ് ഞാൻ ബുക്ക് ചെയ്തത്. ബിക്കോസ് എൻ്റെയും മഹയുടെയും സീറ്റ് എനിക്ക് ഒരുമിച്ച് കിട്ടും. ഞങ്ങൾ രണ്ടും ഉള്ളൂ. ഞങ്ങൾക്ക് ഒരുമിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. സോ നമ്മൾ ഇവിടെ നിന്ന് എങ്ങനെ അങ്ങോട്ട് പോകണമെന്നൊന്നും എനിക്കറിയില്ല. അതാണ് എൻ്റെ നെക്സ്റ്റ് വ്ലോഗ്. അപ്പം ആ വ്ലോഗിൽ കാണാം ഗൈസ്. ബൈ. വിഷമമുണ്ട് എനിക്ക്. ഇനി ഇതൊന്നും നിങ്ങൾക്ക് എൻ്റെ വീടൊന്നും ഇനി കാണാൻ പറ്റില്ല. ഇനി നമ്മുടെ ഫ്ലാറ്റിലായിരിക്കും അത് കഴിഞ്ഞിട്ടുള്ള വ്ലോഗും കാര്യങ്ങളും ഒക്കെ. ബൈ ഗൈസ്.